ഞാൻ ഡോക്ടർ ഷെമി. ആദ്യമായി ചാനൽ വിസിറ്റ് ചെയ്യുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലൂടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്ലാസുകളും വിദ്യാർത്ഥികൾക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസുകളും ഒപ്പം തന്നെ കരിയർ ഗൈഡൻസും നൽകപ്പെടുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ ഒരു വിർച്വൽ ക്ലാസ് റൂം ഒരുക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടോപ്പിക് സ്കൂൾ സ്റ്റുഡൻസിനും ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരുപോലെ യൂസ്ഫുൾ ആയ ഒന്നാണ്. ഇന്നത്തെ നമ്മുടെ ചാപ്റ്റർ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഓർഗൻസ് അഥവാ അവയവങ്ങൾ ഏതൊക്കെയാണ്, അവയുടെ സ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ചാപ്റ്ററിലൂടെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്ത് ഒരുപാട് മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഈ മെറ്റബോളിക് റിയാക്ഷൻസിൻ്റെ റിസൾട്ടായി മെറ്റബോളിക് വേസ്റ്റുകളും ഉണ്ടാകുന്നു. ഇവ ടോക്സിക് ആണ്. ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളിക് വേസ്റ്റുകൾ ശരീരത്തിൽ അക്കുമുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവ കൂടുതൽ രോഗങ്ങൾ നമുക്കുണ്ടാകുന്നതിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ മെറ്റബോളിക് വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള സിസ്റ്റമാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഏതൊക്കെ മെറ്റബോളിക് വേസ്റ്റുകൾ നിങ്ങൾക്കറിയാം? നിങ്ങൾക്കറിയാവുന്ന മെറ്റബോളിക് വേസ്റ്റുകളുടെ നെയിംസ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലെറ്റ്സ് സീ ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട മെറ്റബോളിക് വേസ്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായി കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പറയാം. അടുത്തതായി വാട്ടർ പറയാം. നെക്സ്റ്റ് സോൾട്ടുകളാണ്. ആൻഡ് ഫൈനലി നൈട്രജീനസ് വേസ്റ്റുകൾ. അതിപ്പോൾ ഹ്യൂമൻ്റെ കേസ് എടുത്തത് കൊണ്ട് ഹ്യൂമൻസിൽ എന്താണ് പ്രധാനമായിട്ടും യൂറിയയാണ് നൈട്രജീനസ് വേസ്റ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഘടകങ്ങളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എക്സൈൽ ചെയ്ത് തന്നെ വായു പുറന്തള്ളി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിൽ നിന്ന് ആ വേസ്റ്റ് നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷേ ബാക്കിയുള്ളവ അങ്ങനെ പറ്റത്തില്ല. ഇൻ കേസ് ഇപ്പോൾ യൂറിയയുടെ കേസ് ആണെങ്കിൽ യൂറിയ നമ്മൾ ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് തന്നെ റിമൂവ് ചെയ്യണം. അങ്ങനെ ബ്ലഡിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് യൂറിയ മാറ്റുന്നത് ആ വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന അവയവമാണ് ഏത്? കിഡ്നി എന്ന് പറയുന്നത്. അവിടെയാണ് കിഡ്നിയുടെ റോള് വരുന്നത്. ഇപ്പോൾ നൈട്രജീനസ് വേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യൂറിയ എന്ന് എടുത്തു പറയാൻ കാരണം അത് ഹ്യൂമൻസ് അല്ലെങ്കിൽ മാമൽസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ പൊതുവേ 3 തരത്തിലാണുള്ളത്. അമോണിയ ഫോമിൽ വരാറുണ്ട് നൈട്രജീനസ് വേസ്റ്റ്, യൂറിയ, യൂറിക് ആസിഡ്. ഇപ്പോൾ ഫിഷസിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ നൈട്രജീനസ് വേസ്റ്റ് എപ്പോഴും അമോണിയ ഫോമിലായിരിക്കും. ഇപ്പോൾ മാമൽസിൻ്റെ ആണെങ്കിൽ അത്, ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ പോലെയുള്ള ആനിമൽസിൻ്റെ ആണെങ്കിൽ അത് യൂറിയ ആയിരിക്കും അവരുടെ നൈട്രജീനസ് വേസ്റ്റ്. ഇനിയിപ്പോൾ പക്ഷികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ബേർഡ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരുടെ നൈട്രജീനസ് വേസ്റ്റ് യൂറിക് ആസിഡ് ആയിരിക്കും. ഇനി ഇതിൽ ഓരോന്നിലുമുള്ള വാട്ടർ കണ്ടൻറ്റ് ലോസും ഡിഫറെൻ്റ് ആണ് സത്യത്തിൽ. ഏറ്റവും കൂടുതൽ വാട്ടർ ലോസ് ഉള്ളത് ആർക്കാണ്? അമോണിയ ആയിട്ട് നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ്. കാരണം ഇപ്പോൾ ഫിഷിൻ്റെ കേസിലാണെങ്കിൽ അവർ ഓൾറെഡി വെള്ളത്തിലാണ്, അവർക്ക് ഒരു വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്നില്ല. പക്ഷേ അതേസമയം പക്ഷികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുത്താൽ അവർക്കത് അവരുടെ ശരീരത്തെ ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ അവർ യൂറിക് ആസിഡ് ഫോമിലായിരിക്കും അവരുടെ നൈട്രജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. സോ ദാറ്റ് അവരുടെ ശരീരത്തിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ആ നഷ്ടം വളരെ കുറവായിരിക്കും. ഹ്യൂമൻസിൻ്റെ വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടാണ്. സോ നമുക്ക് വീണ്ടും ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലോട്ട് വരാം. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഓർഗൻ ഓഫ് എക്സ്ക്രീഷൻ, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ഹ്യൂമൻസിനെ സംബന്ധിച്ച് സാധാരണ കിഡ്നി എന്നൊരു വാക്കായിരിക്കും എല്ലാവരും ഏറ്റവും ആദ്യം പറയുക. പക്ഷെ അത് കൂടാതെ സ്കിൻ, ലിവർ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ലങ്സ്, കിഡ്നി ഇവരെല്ലാവരും എന്തിലുള്ളതാണ്? ഈ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ അവയവങ്ങളാണ്. വെൻ വി കമ്മിങ് ടു ദ കേസ് ഓഫ് എ സ്കിന്നിൻ്റെ കേസിൽ സ്കിന്നിൽ എന്തുണ്ട്? സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. ഈ സ്വെറ്റ് ഗ്ലാൻസ് റിലീസ് ചെയ്യുന്ന ഫ്ലൂയിഡ് വേസ്റ്റാണ് സ്വെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിയർപ്പെന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് വേസ്റ്റാണ്. ഇനി നമ്മൾ ലിവറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ കാറ്റബോളിസത്തിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റായ ബിലിറൂബിൻ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് ലിവറാണ്. ബ്ലഡിലെ സബ്സ്റ്റൻസസുകളെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഇൻക്ലൂഡിങ് ടോക്സിൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അടുത്തത് ലാർജ് ഇൻറ്റസ്റ്റൈൻ ആണ്. ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് റിമൈനിങ് വാട്ടറും അബ്സോർബ് ചെയ്തതിന് ശേഷം ബാക്കി വേസ്റ്റ് മെറ്റീരിയൽ പാസ് ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്ന ഓർഗനാണ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ലങ്സിൻ്റെ കേസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേസ്റ്റ് പ്രൊഡക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡിനെ എക്സൈൽ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഓർഗനാണ് ലങ്സ്. ഇതിൽ കിഡ്നിയാണ് ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. സോ ബാക്കി ഓർഗൻസ് നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം. നമുക്ക് കിഡ്നിയിലോട്ട് തിരിച്ചു വരാം. കിഡ്നി, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പൊസിഷൻ, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ കിഡ്നി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് പാർട്ടിലാണ്. ശരീരത്തിൻ്റെ നട്ടലിൻ്റെ ബാക്ക് പാർട്ടിലായിട്ടാണ്, സ്പൈനൽ കോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത്. അതൊരു ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കിഡ്നി എന്ന് പറയുന്നത്.
കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ അബ്ഡമനിലാണ്, ബാക്ക് ഓഫ് ദ ബോഡിയാണ്, അതുപോലെ സൈഡ്സ് ഓഫ് ദ സ്പൈനൽ കോഡാണ് കിഡ്നിയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. കിഡ്നിയുടെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനൊരു യുറേറ്റർ കണക്ട് ചെയ്യുന്നു, ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്യുന്നു. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ നോക്കാം. കിഡ്നിയുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് കിഡ്നിയോടനുബന്ധിച്ച് വരുന്ന യുറേറ്റർ, കിഡ്നി യുറേറ്റേഴ്സിനോട് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴോട്ട് യൂറിനറി ബ്ലാഡറിലോട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ടിപ്പിലായിട്ട് എന്തുണ്ട്, യുറേത്ര ഉണ്ട്. ഇതാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു പാത്ത്. ക്ലാരിഫിക്കേഷന് വേണ്ടി ഒന്നുകൂടെ പറയുന്നു, വീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് കിഡ്നി. അതിനെ കണക്ട് ചെയ്ത് വയർ പോലെയുള്ള യുറേറ്റർ വരുന്നു. അതിനുശേഷം അത് കണക്ട് ചെയ്യുന്നത് ബ്ലാഡറിലോട്ടാണ്. യൂറിൻ്റെ പാത്വേ ആണിത്. സോ കിഡ്നിയിൽ നിന്ന് വരുന്ന യൂറിൻ പിന്നീട് കളക്ട് ചെയ്യപ്പെടുന്നത് യൂറിനറി ബ്ലാഡറിലാണ്. അതിനുശേഷം അതിൻ്റെ ടിപ്പിലുള്ള യുരേത്രയിലൂടെ യൂറിൻ ശരീരത്തിന് പുറത്തോട്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. സോ ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് കിഡ്നിയുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. കിഡ്നിയെ നടുവേ ഛേദിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ പിക്ചർ. ഇതിൽ ഔട്ടർ ലെയർ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത് ക്യാപ്സ്യൂൾ, ഔട്ടർ കവറിങ്. ആ ബ്രൗൺ കളറിൽ ഡോട്ട് കാണിച്ചിരിക്കുന്ന പാർട്ടാണ് കോർട്ടക്സ് എന്നറിയപ്പെടുന്നത്. ഇൻസൈഡ് ഒരു ലൈറ്റ് പർപ്പിൾ കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ടാണ് മിഡുല്ല. ഈ പെൽവിസിൽ നിന്ന്, യെല്ലോ കളർ കാണുന്ന പെൽവിസിൽ നിന്ന് വയലറ്റ് കളർ, ഡാർക്ക് വയലറ്റ് കളറിൽ പിരമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഈ കിഡ്നി കണക്ട് ചെയ്യുന്നത് ഗ്രീൻ കളറിൽ കാണപ്പെടുന്ന യുറേറ്ററിലോട്ടാണ്. നമ്മൾ ഓൾറെഡി സ്ട്രക്ചറിൽ കണ്ടതാണത്. ഇന്നും എക്സ്ട്രാ വന്നിരിക്കുന്നത് റീനൽ വെയിനും റീനൽ ആർട്ടറിയാണ്. റെഡ് കളറിൽ വന്നിരിക്കുന്നതാണ് റീനൽ ആർട്ടറി. ഇതാണ് കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നത്. ഇതിൽ ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും, കാരണം നൈട്രോജനസ് വേസ്റ്റുകളും ഉണ്ടായിരിക്കും. ആഫ്റ്റർ ഫിൽട്രേഷൻ കിഡ്നിയിൽ നടന്നതിന് ശേഷം പ്യുവർ ആയിട്ടുള്ള ബ്ലഡ്, അതായത് നൈട്രോജനസ് വേസ്റ്റുകൾ ഇല്ലാത്ത ബ്ലഡ് തിരിച്ച് കിഡ്നിയിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആരാണ്, റീനൽ വെയിൻസ് ആയിരിക്കും. ഇതാണ് കിഡ്നിയുടെ ഒരു ഓവറോൾ സ്ട്രക്ചർ. നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നോക്കാം. ആണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇന്നർ പോർഷൻ അറിയപ്പെടുന്നത് മിഡുല എന്നാണ്. ഈ കോർട്ടെക്സിനും മിഡുലയ്ക്കും ഇടയിലായി ഒരു സ്ട്രക്ചറും കൂടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതാണ് നെഫ്രോണുകൾ. അതായത് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് നെഫ്രോണുകൾ. അതിൻ്റെ ഹെഡ് പോർഷൻ കോർട്ടെക്സിലും റിമൈനിങ് പോർഷൻ മിഡുലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഫിൽറ്ററിംഗ് യൂണിറ്റ് ഓഫ് കിഡ്നി എന്നറിയപ്പെടുന്നത്. നെഫ്രോണുകൾ വളരെ ചെറുതാണ്. മില്യൺ ഓഫ് നെഫ്രോണുകളാണ് രണ്ട് കിഡ്നിയിലുമായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഈ പിക്ചർ കാണുന്നത് പോലെ കപ്പലൈക്ക് സ്ട്രക്ചറിനെയാണ് ബർമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതിനുള്ളിലായി നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് കാണപ്പെടുന്നതാണ് ഗ്ലോമറുലസ്. ഈ ബർമാൻസ് ക്യാപ്സ്യൂൾ പിന്നീട് ഒരു റീനൽ ട്യൂബ്യൂളായി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം അത് കണക്ട് ചെയ്യപ്പെടുന്ന ഫൈനൽ പാർട്ടാണ് കളക്ടിംഗ് ഡക്ട് എന്ന് പറയുന്നത്. റീനൽ ട്യൂബ്യൂളിന് 3 പാർട്ടാണുള്ളത്: പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. നമുക്ക് ഈ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഈ ഒരു സ്ട്രക്ചറിനെയാണ് ബർമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. കപ്പ് ലൈക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന യെല്ലോ കളർ പോർഷനാണ് റീനൽ ട്യൂബ്യൂൾ. അത് തന്നെയാണ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ആ ഒരു ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്പേസ് ബർമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലാണ് ബർമാൻസ് സ്പേസ്. ഈ ഉള്ളിൽ ബർമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആണ് എന്താണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അതിന് 2 പാർട്ടാണുള്ളത്: അഫറൻറ്റ് ആർട്ടീരിയോൾ ആൻഡ് എഫറൻറ്റ് ആർട്ടീരിയോൾ. അതിൽ ബ്ലഡ് നെഫ്രോണിലോട്ട് വഹിക്കുന്ന രക്തക്കുഴലുകളാണ് അഫറൻറ്റ് വെസൽസ് അല്ലെങ്കിൽ ആർട്ടീരിയോൾസ്. നെഫ്രോണിൽ നിന്ന് വഹിക്കുന്നവയാണ് എഫറൻറ്റ് അല്ലെങ്കിൽ എഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഗ്ലോമറുലസ്, അതായത് ഈ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസും ബർമാൻസ് ക്യാപ്സ്യൂളും എല്ലാം കൂടി ചേരുന്ന ആ ഒരു യൂണിറ്റിനെ, ഇവ തമ്മിലുള്ള ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റീനൽ കോപ്സൽസ് എന്ന് പറയുന്നത്. ഇവ ചേരുന്ന ആ യൂണിറ്റിനെയാണ് അവിടെ സർക്കിൾ വരച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന പോർഷൻ. ദെൻ നെക്സ്റ്റ് ഈ ബർമാൻസ് ക്യാപ്സ്യൂൾ എക്സ്റ്റെൻഡ് ചെയ്ത് എന്താവുന്നു, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. റീനൽ ട്യൂബ്യൂളിൻ്റെ തന്നെ പാർട്ടാണ്. അതിൻ്റെ ആദ്യത്തെ ആ പാർട്ടിനെയാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ നെക്സ്റ്റ് പോർഷൻ, ആ ലൂപ്പ് പോലുള്ള പോർഷനാണ് ലൂപ്പ് ഓഫ് ഹെൻലി എന്നറിയപ്പെടുന്നത്. ദെൻ ദ റിമൈനിങ് പോർഷൻ, ഈ ലൂപ്പ് ഓഫ് ഹെൻലി കഴിഞ്ഞിട്ട് വരുന്ന റീനൽ ട്യൂബ്യൂളിൻ്റെ പോർഷനെയാണ് നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ? ഫൈനലി നമ്മൾ പറഞ്ഞു കണക്ട് ചെയ്യുന്നത് കളക്ടിംഗ് ഡക്റ്റിലോട്ടാണ്. അതാണ് ഗ്രീൻ പോർഷനിൽ കാണിച്ചിട്ടുള്ളത്, അരമാർക്ക് കാണിച്ചിട്ടുള്ള ആ പോർഷനാണ് കളക്ടിംഗ് ഡക്റ്റ്. സോ നമുക്ക് ഒന്നും കൂടെ ആ സ്ട്രക്ചർ ഒന്ന് നോക്കാം.
അതിനൊരു കപ്ലൈക്ക് സ്ട്രക്ചർ ബൗമാൻസ് ക്യാപ്സ്യൂൾ വരുന്നു. അതിൽ എൻക്ലോസ് ചെയ്ത് എന്ത് വരുന്നു, ഈ പറഞ്ഞ ഗ്ലോമറുലസ് വരുന്നു. അതിൽ അഫറൻറ്റ് ആർട്ടീരിയോൾ ഉണ്ട്, എഫറൻറ്റ് ആർട്ടീരിയോൾ ഉണ്ട്. ദെൻ ബൗമാൻസ് ക്യാപ്സ്യൂൾ ഒരു റീനൽ ട്യൂബ്യൂളായി എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതിൻ്റെ ഫസ്റ്റ് പോർഷനാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. നെക്സ്റ്റ് വരുന്ന ലൂപ്പാണ് ലൂപ്പ് ഓഫ് ഹെല്ലി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ലാസ്റ്റ് പോർഷനെയാണ് നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഫൈനലി കണക്ട് ചെയ്യപ്പെടുന്നത് കളക്ടിംഗ് ഡക്റ്റിലോട്ടാണ്. ഇതാണ് നെഫ്രോണിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കണ്ടത് വെറും ഒരു നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അല്ല, കാരണം ഇതൊരു ഫിൽട്രേഷൻ പാത്വേ ആണ്. ബ്ലഡ് ഈ അപ്പറൻറ്റ് ആർട്ടീരിയൽ കൊണ്ടുവരുന്ന ബ്ലഡ് പാസ് ചെയ്ത് ഫിൽട്രേറ്റ് ചെയ്ത് അവസാനം കളക്ടിംഗ് ഡക്റ്റിൽ എത്തുന്നു. ആ കളക്ടിംഗ് ഡക്റ്റിൽ എത്തുന്ന ആ ഒരു ബ്ലഡിൻ്റെ റിമൈനിങ് എന്ന് പറയുന്നത് യൂറിൻ ആണ്. അതായത് ബ്ലഡ് ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഫൈനലി വരുന്ന പ്രോഡക്റ്റ് ആണ് യൂറിൻ എന്ന് പറയുന്നത്. സോ ഇതൊരു ഫിൽട്രേഷൻ പാത്വേ ആണ്, അല്ലെങ്കിൽ യൂറിൻ ഫോർമേഷൻ പാത്വേ ആണിത്. ഇതിൻ്റെ ഓരോ പാർട്ടിലും ഈ പറഞ്ഞ ബൗമാൻസ് ക്യാപ്സ്യൂൾ ആകട്ടെ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ ലൂപ്പ് ഓഫ് ഹെല്ലി, ഇതിൽ ഓരോ പോർഷനിലും ഓരോരോ ഫാക്ടറികളെ ആയിരിക്കും അബ്സോർവ് ചെയ്യപ്പെടുന്നതും അതുപോലെ റിലീസ് ചെയ്യപ്പെടുന്നതും. അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫൈനൽ യൂറിൻ ഫോർമേഷൻ വരുന്നത്. അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്, കെമിക്കൽ റിയാക്ഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നോക്കാം. അവിടെ നടക്കുന്ന റിലീസിങ്ങും അബ്സോർപ്ഷനെയും കുറിച്ചുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്ന് നമ്മൾ നോക്കിയത് ഈ പറഞ്ഞ നെഫ്രോണിൻ്റെയും അതുപോലെ കിഡ്നിയുടെയും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ ഓരോരോ പാർട്ട് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്ക്രൈബ് ചെയ്തത്. കെമിക്കൽ റിയാക്ഷൻ്റെ ക്ലാസ് വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരുവിധം സ്ട്രക്ചർ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. താങ്ക് യു. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലോട്ടും ഷെയർ ചെയ്യുക. ഇതാണ് തുടർന്ന് കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാനുള്ള ഞങ്ങളുടെ പ്രചോദനം. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടത് തുടങ്ങിയ വിവരങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതനുസരിച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.